എന്തായാലും നാളെ മെഗാസ്റ്റാർ തൂത്ത് സാറേ ഇന്നും വരെ കാണാത്ത അതിവിസ്മയമായ സിനിമയായിരിക്കും നമ്മുടെ ഡൊമിനിക്ക്. അല്ല, ഞാൻ കാര്യം ചോദിച്ചു, സാറ് പറയുന്ന എല്ലാ പടങ്ങളും, പെരേര സാറ് പറയുന്ന എല്ലാ പടങ്ങളും ഹിറ്റാ. എന്താണ് അതിന്റെ ഒരു ഗുട്ടൻസ്? എൻ്റെ നക്ഷത്രം പുണർദമാണ്. വെളി പറയണ്ട, നല്ല നക്ഷത്ര. അതുകൊണ്ടാണോ? കാരണം കഴിഞ്ഞ ദിവസം എന്താ രേഖാചിത്രം വിജയിക്കും എന്ന് പറഞ്ഞ് കാറിലിരുന്ന് പ്രവചനം നടത്തി പെരേര. ആ പടം വിജയിച്ചു. പിന്നെ ഒന്ന് രണ്ട് പടം പറഞ്ഞു. സത്യത്തിൽ നിങ്ങളൊക്കെ കൂടിയാണ് ഈ സിനിമ ഇറക്കുന്നത്. എന്തായാലും നാളെ മെഗാസ്റ്റാർ തൂത്തുവാരും സ്ക്രീനുകൾ മെഗാസ്റ്റാർ മമ്മൂക്കൊക്കെ ഒപ്പം പടത്തിനുള്ളിലല്ല, പടം കാണാനുണ്ടാകും. കാണാൻ മതിയല്ലോ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ഈ വേഷത്തിലാണോ? അതെ അതെ അതെ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. പ്രവേശിച്ചു, നാളത്തെ പടം വിജയമായിരിക്കും. ഡൊമിനിക്ക് ഗോകുൽ സുരേഷിന്റെയും മമ്മൂക്കന്റെയും ബ്രഹ്മാണ്ഡമായിരിക്കും. ഒരു കാര്യം, ഞാൻ സാധാരണക്കാരന്റെ വാക്കുകളിലൂടെ നല്ലൊരു സിനിമയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താനാണോ സാധാരണക്കാരൻ? താനാണോ? ആണാണോ? ആണ് തന്നെയാ. അതായത് നമ്മുടെ മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്ന ഒരു വേഷം. കാരണം വെച്ചാൽ അടയാളം, പരമ്പര അങ്ങനെ തുടങ്ങിയ ഒരുപാട് സിനിമകൾ മമ്മൂക്കാടെ കണ്ടിട്ടുണ്ട്. ആ ഒരു ലെവലിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോണി വാക്കറെ കാണുമ്പോൾ അധികം ആ ജീൻസും ഷർട്ടും കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണ്, കാണാൻ ലുക്കുള്ള. അത് മാത്രമല്ല, നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ മകൻ ഒപ്പം, പിന്നെ നമ്മുടെ ഗൗതം സാറ് ഡയറക്ഷൻ, എല്ലാം കൂടി വരുമ്പോൾ ഒരു നല്ലൊരു ബിരിയാണി തന്നെയായിരിക്കും ഈ സിനിമ. അഡ്വാൻസ് പറയുന്നത് ബിരിയാണി എന്ന് പറഞ്ഞാൽ മന്തിയുടെ അനിയൻ, കുഴിമന്തി ഇല്ല, എൻ്റെ അനിയനാണ് ബിരിയാണി കേട്ടോ. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഡിഫറെന്റ് ജോണറാണ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് കോമഡി വിട്ടിരിക്കുന്നത് മമ്മൂക്ക? കോമഡി വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല ഇപ്പോൾ കോമഡികൾ, മധുര രാജ പോലത്തെ കോമഡി നമ്പറുകൾ ഇപ്പോൾ സിനിമകളിലൊന്നും കാണുന്നില്ല. അത് കണ്ടോളും. ഇനി പുതിയ പടം വരുന്നുണ്ടല്ലോ, അതിനകത്ത് കണ്ടോളും. ഏതാണ് പുതിയ പടം? ചർച്ച നടക്കുന്നുണ്ട് അലിൻ ജോസ് പെരേരയായിട്ട്. എന്താ മിനിസ്റ്റർ രാജ എന്തോ ഡിസ്കഷൻ നടക്കുമെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും നാളത്തെ സിനിമ ഗൗതം സാറിന്റെ ഒരു നല്ലൊരു മലയാളത്തിലെ പൊൻതൂല് തന്നെയായിരിക്കും. കാരണം നായികയുടെ പേര് എനിക്കറിയില്ല. അറിയില്ല. അങ്ങനെ ചോദിക്കാൻ നിൽക്കരുത്. കാരണം പേരറിയില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പടത്തിൻ്റെ പേര് എന്നാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അടിപൊളി പടമാണ്, സൂപ്പർ പടമാണ്, ഇതുവരെ കാണാത്ത സിനിമയാണ്. ചേട്ടാ അതിൻ്റെ പേരെന്നാന്ന് ഞാൻ പറഞ്ഞു. എന്നും പുണ്യാളൻ, എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുമല്ലോ അവർ. അപ്പം മമ്മൂക്കയുടെ പടം എല്ലാവരും വന്ന് കാണുക. നമ്മൾ അലിൻ ജോസ് പെരേര പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ പടം സൂപ്പർ ഹിറ്റ്. പിന്നെ ബസൂക്കം വരുന്നുണ്ട്, അതും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഹിറ്റ്, ഇത് സൂപ്പർ ഹിറ്റ്, അത് മെഗാ ഹിറ്റ്. ബസൂക്കട ഫിനാൻസ് കൺട്രോളറിന്റെ അമ്മാവനാ. അങ്കിളാണോ പേരിന്? മേൽക്കോ എന്ന് വെച്ചാ ഫിനാൻസ് കൺട്രോളർ. മേൽക്കം എന്ന് വെച്ചാൽ സംഭവം? എൻ്റെ ഒരു തലവട്ടപ്പൻ. ഈ മേൽക്കം എന്നൊരു പേരാണോ? മേക്കം എന്നാണോ? മേൽക്കം. എൻ്റെ അമ്മൂ, അടിപൊളി ഫിനാൻസ് കൺട്രോൾ പുള്ളിയായിരുന്നു. ശരി. എന്നിട്ട് നിനക്കൊരു വേഷം തരാറുന്നില്ല? മമ്മൂക്കയുടെ അനിയനായിട്ടെങ്കിലും വിളിക്കാറുന്നല്ലോ അതിനകത്ത്. സിനിമ വേറെ, വ്യക്തി ജീവിതം വേറെ. കണ്ടോ, ഇതാണ് പയ്യൻ. കാരണം അങ്ങോട്ടേക്ക് സിനിമ വേറെ, വ്യക്തി ജീവിതം വേറെ. ആ പുള്ളിക്കറിയാം ഇവനെ വിളിക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് വഴി വിട്ടാ. സിനിമയില് എന്താ ബന്ധങ്ങളില്ല. നമ്മള് മറ്റേ മീൻ പൊളിയൊക്കെ വന്ന പോലെ തന്നെ ഒറ്റയ്ക്ക് വഴിവെട്ടി വരിക എന്നുള്ള. മറ്റൊരു കാര്യം ചെയ്യാം, ഒരു തൂമ്പയായിട്ട് വരാൻ പറ്റുന്ന ആളെ. കാരണം വഴി വെട്ടി വന്നവനാന്ന് പറഞ്ഞിട്ട് ആ വനിതാ സ്റ്റേഷനാണ് ഇങ്ങനെ വെട്ടി അവിടെ കിംബോയ് ഒരു ചെറിയ തൂമ്പയായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. അതെങ്ങനെ പുള്ളി ആ ബായി കയറ്റിയെന്ന് എനിക്കറിയില്ല. വന്നപ്പോൾ ഒരു തൂമ്പ് കയ്യില് പോയപ്പോ ഒരു തൂമ്പയായിട്ട് വരാൻ പറ്റുന്ന ആളെ താങ്കൾക്ക്? ഒരു മമ്മട്ടിയായിട്ട് വരാൻ പറ്റും? കോമാളിത്തരല്ല. വീട്ടിൽ അപ്പൊ തെങ്ങിന്റെ ചോട് വെട്ടണ ആരാണ്? അതൊക്കെ പണിക്കാരടിക്കും. അപ്പൊ ഇടയ്ക്ക് താങ്കൾ എന്തിനാണ് വീഡിയോ ഇട്ട് താങ്കളാണ് വെട്ടുന്നതെന്ന് പറഞ്ഞ് ഇതുപോലെ മുണ്ട് പൊക്കി കുത്തി ഒരു തൂമ്പെടുത്ത് കളയ്ക്കുന്നൊരു വീഡിയോ വൈറലായിരുന്നല്ലോ. സ്ത്രീജനങ്ങൾ അത് കണ്ടിട്ട് ഒരുപാട് പ്രണയ അഭ്യർത്ഥന വരെ നടത്തിയിരുന്നല്ലോ. താനൊരു കൃഷിക്കാരനാണെന്നോർത്ത്. എന്താണ് സംഭവം എന്തായിരുന്നത്? അതിനെക്കുറിച്ച് പറ. അതൊക്കെ വരുമല്ലോ എന്തായാലും. അതായത് താനൊരു കൃഷിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു പണിയെടുക്കുന്നൊരു യുവാവാന്ന് കരുതി കുറെ പ്രപ്പോസൽ വന്നായിരുന്നല്ലോ ഇല്ലേ സ്ത്രീജന